ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ മാത്സിലെ 13th ചാപ്റ്ററായ പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. ലെസ് ആൻഡ് മോർ, കുറവും കൂടുതലും അല്ലേ. അപ്പോൾ നോക്കൂ, നമ്മൾ ഫസ്റ്റിൽ എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ആ പ്രോബ്ലം? 30% റിഡക്ഷൻ ഉണ്ടായിരുന്നു ഹാൻഡ്ലൂം ക്ലോത്ത്സിന്. അപ്പോൾ അതിന് എത്ര കിഴിവ് കിട്ടും എന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, അതൊന്ന് മാറ്റി ചിന്തിക്കുകയാണ് അല്ലേ. 30% റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഹാൻഡ്ലൂം ക്ലോത്ത്, ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് ഫോർ ക്ലോത്ത് വർത്ത് 3250 റുപ്പീസ്. 3250 രൂപ കൊടുത്താൽ 3250 റുപ്യൻ്റെ സാധനം നമ്മൾ വാങ്ങിയാൽ 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ, 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചത്. എത്ര പെർസെൻറ്റേജ് കിഴിവുണ്ടെന്നല്ല ചോദിച്ചത്, എത്ര രൂപ കിഴിവുണ്ടെന്നല്ല ചോദിച്ചത്. ഇവിടെ എന്താണ്, എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിത് രണ്ട് മെത്തേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മെത്തേഡ് ടീച്ചർ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കൂ, 3250 ഇൻറ്റു 30% അല്ല റിഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ആദ്യം എന്താണ്, അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക അല്ലേ, പെർസെൻറ്റേജിൻ്റെ പൈസ കണ്ടുപിടിക്കുക. അപ്പോൾ 3250 ഇൻറ്റു 30/100 ചെയ്ത്, അപ്പോൾ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം അല്ലേ. ഇവിടെ ഈ 0 ക്യാൻസൽ ചെയ്യാൻ മുകളിലും താഴത്തുണ്ട് അല്ലേ. പിന്നെ ഇതാ ഈ സൈഡിൽ ഇവിടെ ഇതിലുണ്ട്, പിന്നെ ഇതാ ഇവിടെ അല്ലേ. 0 ക്യാൻസൽ ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഇനി ഇവിടെ ഉള്ളത് 325 ഇൻറ്റു 3 ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു 325 ഇൻറ്റു 3, അത്രയല്ലേ ബാക്കിയുള്ളത് അവിടെ അല്ലേ. ഇസ് ഈക്വൽ ടു 325 ഇൻറ്റു 3 എത്രയാണ്? യെസ്, 975 അല്ലേ. എത്രയാണ്? 975. 975. ഓക്കെ, എത്രയും റുപ്പീസാണ് എന്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അല്ലേ. അപ്പം ഇനി എന്താണ് കിഴിവ് വരുന്നത്. അപ്പം ഇനി നമ്മൾ എത്ര 3250 റുപ്യയുടെ സാധനം വാങ്ങിയാൽ എത്ര 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇത് കുറയ്ക്കണം അല്ലേ. ആദ്യം 3250 എന്താക്കുക, നമ്മൾ ഈ 975 കുറയ്ക്കുക. ഓക്കെ, 3250 നിന്ന് എന്താണ് 975 മൈനസ് ചെയ്യുക. ഓക്കെ, 975 മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2275 കിട്ടും. 2200 is equal to 2275 അല്ലേ. 75. ഓക്കെ, 2275 റുപ്പീസ് എന്താണ് നമുക്ക് ആ കടയിൽ കൊടുക്കണം അല്ലേ. എത്ര 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ 3250 റുപ്യൻ്റെ സാധനം വാങ്ങിയാൽ നമ്മൾ എത്ര കൊടുക്കേണ്ടത്? 2275 റുപ്പീസ് കൊടുക്കണം അല്ലേ. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇനി വേറെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് എന്താണ് റിഡക്ഷൻ ആണ് അല്ലേ, കുറവാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? 100ൽ നിന്ന് കുറവാണെങ്കിൽ 100ൽ നിന്ന് എന്താക്കുക, 30 കുറയ്ക്കുക. കുറവാണെങ്കിൽ കുറയ്ക്കുക. ഓക്കെ, ഇനി കൂടുതലാണെങ്കിൽ എന്താണ്, 100ൽ നിന്ന് അത് സംഭവം കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് റിഡക്ഷനാ, കുറയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക, 100ൽ നിന്ന് 30 ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 100ൽ നിന്ന് 30 കുറച്ച് എത്രയാണ്? 70% അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3250 ഇൻറ്റു 100ന്ന് 30 കുറയ്ക്കുകയല്ലേ. അപ്പോൾ 100ന്ന് 30 കുറച്ചാൽ എത്രയാണ്? 70 അല്ലേ. അപ്പോൾ 70/100 എന്ന് എഴുതുക. ഓക്കെ, ഈ 70 കിട്ടിയ എവിടെ നിന്നാണ്? 100 മൈനസ് ഈ 30% അല്ലേ. അപ്പോൾ 100 മൈനസ് 30 പറയുമ്പോൾ 70, ആ 70/100 കൊടുക്കുക. ഓക്കെ, then നെക്സ്റ്റ് എന്താണ്? സീറോസ് ക്യാൻസൽ, മുകളിലും താഴത്തും 0 ഉണ്ടെങ്കിൽ എന്താക്കുക, ക്യാൻസൽ ആക്കുക അല്ലേ. ഇവിടെ ഒരു 0 ഉണ്ട്, ഈ 0യും ഉണ്ട്, ക്യാൻസൽ ആക്കി. ദെൻ ഈ 0യും ഈ 0യും ക്യാൻസൽ ആക്കി. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത് അവിടെ? ബാക്കിയുള്ളത് എന്താണ്? 3275 ഇൻറ്റു 7 ആണ് അല്ലേ. അത് നമ്മൾ എഴുതുക. 327 അല്ലേ. ബാക്കിയുള്ള അവിടെ 325 അല്ലുള്ളത്. അപ്പോൾ അത് എഴുതുക, 325. ഇനി എന്താ ഉള്ളത്? ഇൻറ്റു അവിടെ അപ്പുറത്തൊരു 7 ഇല്ലേ, ആ 7 അല്ലേ. ഇസ് ഈക്വൽ ടു, അത് രണ്ട് ഇൻറ്റു ചെയ്ത് എന്താ കിട്ടുക? 325 ഇൻറ്റു 7 എന്താണ്? 2275 കിട്ടും. കണ്ടോ, ഈ എത്രയും എന്താ പൈസ റുപ്പീസാണ് എന്ത് അവിടെ കടയിൽ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ രണ്ട് മെത്തേഡിൽ ചെയ്യുക. ഒന്ന് കണ്ടു, ഈ ആൻസർ സെയിം അല്ലേ. കണ്ടോ, 3275 ഇവിടെ കിട്ടിയത് അതേപോലെ തന്നെ അല്ലേ ഇവിടെയും കിട്ടിയത് 2275 ആണ് അല്ലേ. അപ്പം രണ്ട് മെത്തേഡിൽ ചെയ്യുക. ഒന്നാമത്തെ മെത്തേഡ് ഇതാണ് അല്ലേ, രണ്ടാമത്തെ മെത്തേഡ് ഇതും. അപ്പം ഏതാ നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ചെയ്ത് എന്താണ്, ആ 30% രൂപ 30% രൂപ ആദ്യം കണ്ടുപിടിച്ച് എന്നിട്ട് എന്താക്കി ആ
പൈസയിൽ നിന്ന് ആ പൈസ എന്താണ് കണ്ടുപിടിച്ച ആ പൈസ കുറച്ചു അല്ലേ. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, റിഡക്ഷൻ ആയതുകൊണ്ട് എന്താണ് 100-ൽ നിന്ന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറവല്ലേ, അപ്പം 100-ൽ നിന്ന് 30 കുറയ്ക്കുക. 30% റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കുറയ്ക്കുക ചെയ്യുന്നത് അല്ലേ. 100-ൽ നിന്ന് 30 കുറയ്ക്കുക. അപ്പോൾ 100-ൽ നിന്ന് 30 കുറച്ചിട്ട് എന്താണ് കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക തന്ന ആ റുപ്പീസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3250 × 70/100. പിന്നെ എന്താക്കുക ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഏതാ നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ആയിട്ടാണ് 100-ൽ നിന്ന് 30 കുറച്ച് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. അവിടെ എ ലാപ്ടോപ്പ് പ്രൈസ് ഒറിജിനലി അറ്റ് 65,000 rupees is now sold for 10% less. What is the current price? അപ്പോൾ ഇവിടെ എന്താണ് ലെസ് ആണ് അല്ലേ. ലെസ് എന്ന് പറഞ്ഞാൽ എന്താ റിഡക്ഷൻ പോലെ കുറവാണ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ 10% ഒന്നുകിൽ എന്താക്കുക, നിങ്ങൾ 65,000 ഈ 10/100 ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് എന്താക്കുക ഈ 65,000 കിട്ടുന്ന ഉത്തരം മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കും കറൻറ്റ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് എത്രയെന്ന് കിട്ടും. അല്ലെങ്കിൽ വേറെ മെത്തേഡ് എന്താണ്, നമ്മൾ രണ്ടാമത് ചെയ്തത് എന്താണ്, ഇവിടെ എന്താണ് ലെസ് ആണ് അല്ലേ. ലെസ് എന്ന് പറഞ്ഞാലും റിഡക്ഷൻ എന്ന് പറഞ്ഞാലും കുറവാണ് അല്ലേ. അപ്പോൾ എന്താണ് അത് മൈനസ് 100-ൽ നിന്ന് മൈനസ് ചെയ്യാണ് ഇത് വേണ്ടതെന്നിരിക്കുന്ന പെർസെൻറ്റേജ് 100-ൽ നിന്ന് എന്താക്കുക മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 10% അല്ലേ. അപ്പോൾ 100-ൽ നിന്ന് ഈ 10 എന്താക്കുക മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടും, നമുക്ക് 90 എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് ഈ എന്താണ് നമ്പർ ഈ റുപ്പീസിനോട് എന്താക്കുക ആ 90% മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 65,000 × 90/100 കണ്ടോ. അവിടെ 65,000 × 90/100. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക കണ്ടോ. ഇനി ബാക്കിയുള്ളത് എന്താണ്, ഇവിടെ 2 0 അല്ലേ, ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 90 × 665 ആണ് അല്ലേ. 65 × 100 എന്താണ് ഇവിടെ പറയുന്നത്, ഇവിടെ 2 0 ക്യാൻസൽ ആയില്ലേ. ഇവിടെ എന്താണ് 650 അഞ്ഞുള്ളത് അല്ലേ. ഇവിടെ 90, അപ്പോൾ 90 × 650. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ 2 0 എന്താക്കുക നമ്മൾ 100 ആക്കി എടുക്കുക. അപ്പോൾ 9 × 65 എത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 58,500 കിട്ടും. അപ്പോൾ കറൻറ്റ് പ്രൈസ് എത്രയാണ്, 58,500. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട റിഡക്ഷനിൽ ലെസ്സൊക്കെ ആണെങ്കിൽ 100-ൽ നിന്ന് ആ തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആ ഉത്തരത്തിനോട് എന്താക്കുക മൾട്ടിപ്ലൈ ചെയ്യുക. 90% ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ 90/100 ആ പ്രൈസ് ചെയ്താൽ നമുക്ക് കറൻറ്റ് പ്രൈസ് കിട്ടും. ദെൻ നെക്സ്റ്റ് നോക്കുക. അപ്പോൾ ലെസ്സും റിഡക്ഷനൊക്കെ ആണെങ്കിൽ 100-നോട് മൈനസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. എ സ്കൂട്ടർ മാനുഫാക്ചറർ ഹാസ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് 3% ഫ്രം നെക്സ്റ്റ് മന്ത്. ഇവിടെ ഇൻക്രീസ് ആണ് അല്ലേ. ഇൻക്രീസ് ആണെങ്കിൽ എന്താണ് കൂടുകയാണ് അല്ലേ. അപ്പോൾ കൂടുക പറയുമ്പോൾ എന്താണ് നമ്മൾ കൂട്ടുക ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 3% എന്താ ചെയ്യേണ്ടത്, 100-നോട് 3 കൂട്ടുക. അപ്പോൾ 103 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇനി എന്താ സ്കൂട്ടർ ഫോർ സെല്ലിംഗ് റുപ്പീസ് ഇപ്പോൾ വിൽക്കുന്ന വില എത്രയാണ്, 80,000 rupees ആണ് അല്ലേ. വാട്ട് വുഡ് ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ അടുത്ത മാസം എത്ര ആയിരിക്കും പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 80,000 × നമ്മൾ 100 + 3 ഇൻക്രീസ് അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ കൂടുകയാണ് അല്ലേ. അപ്പോൾ 100-നോട് കൂട്ടുകയാണ് വേണ്ടത് ഈ 3-നെ. ഓക്കെ, അപ്പോൾ 100 + 3 103. അപ്പോൾ 80,000 × 103/100 എന്ന് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. 80,000 × 103/100. ഇങ്ങനെ എന്താ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഈ 2 0 ക്യാൻസൽ ആയി, ഈ 2 0 ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ 103 × പിന്നെന്താ ഉള്ളത് 800 അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, 82,400 കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത മാസം എത്ര ആയിരിക്കും അതിൻ്റെ റേറ്റ്, 82,400 rupees ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചെയ്യുക, ഈ മെത്തേഡാണ് എളുപ്പം അല്ലേ. മറ്റേ മെത്തേഡ് എന്ന് പറയുമ്പോൾ 80,000 ആദ്യം 3% കണ്ടുപിടിക്കണം. അതിനുശേഷം എന്താക്കുക കിട്ടുന്ന ഉത്തരത്തിന് എന്താണ് 18,000-നോട് കുറയ്ക്കണം. എന്നാലും ഈ ആൻസർ തന്നെ കിട്ടുക. ഓക്കെ, അത് നിങ്ങൾ ഇഷ്ടം ഏതാ ചെയ്യേണ്ടത് വെച്ചാൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ, എന്താണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് ഹൈറ്റ് ഡിക്രീസ്ഡ് ബൈ 10%. ഇവിടെ ഒന്ന് എന്താ വിഡ്ത്ത് എന്താ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 10% അല്ലേ. അപ്പോൾ വിഡ്ത്തിന് എന്താണ് നമുക്ക് ന്യൂ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക ഈ 10% ഇൻക്രീസ് അല്ലേ. അപ്പോൾ 10% ഇൻക്രീസ് പറയുമ്പോൾ എന്താണ് 100 + 10 ചെയ്യുക അല്ലേ. 110/100 എന്ന് ചെയ്യുക ഇൻറ്റു ഓൾഡ് വിഡ്ത്ത് അല്ലേ. പിന്നെന്താണ് ഹൈറ്റ് ഡിക്രീസ് ബൈ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന എത്ര 10% ഡിക്രീസ് ആണ് അല്ലേ. അപ്പോൾ ഡിക്രീസ് എന്ന് പറയുമ്പോൾ കുറയുക പറയുമ്പോൾ 100-ൽ നിന്ന് 10 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 90% കൊടുക്കുക. അപ്പം ന്യൂ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് 90/100 ഇൻറ്റു ഓൾഡ് ഹൈറ്റ് അല്ലേ.
ഓക്കെ, അതാണ് ഇവിടെ ന്യൂ വിഡ്ത്ത് ഈക്വൽ ടു 110/100 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത്. 110/100നെയാണ് 0 ക്യാൻസൽ ആയി നമുക്ക് എന്ത് കിട്ടും? 11/10 കിട്ടും കേട്ടോ. അതാണ് ഇവിടെ എഴുതിയ 11/10 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത്. ദെൻ ഹൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കൂ, 90 എന്താണ് ഡിക്രീസ് ബൈ 10% അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിക്രീസ് ബൈ 10% എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇവിടെ 100 മൈനസ് 10 അല്ലേ, അപ്പോൾ 90/100 എന്ന് പറയുമ്പോൾ 0 ക്യാൻസൽ ആയ 9/10 കിട്ടും അല്ലേ. ഇവിടെ അതാണ് 9/10 ഇൻറ്റു ഓൾഡ് ഹൈറ്റ് എഴുതി. ദെൻ നമുക്ക് ഏരിയ അറിയാം, എന്താ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് അല്ലേ. അപ്പോൾ ലെങ്ത്ത് ഇവിടെ ന്യൂ വിഡ്ത്തെന്നും എന്താ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ, ബ്രെഡ്ത്ത് ഇവിടെ ന്യൂ ഹൈറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ന്യൂ വിഡ്ത്തിൻ്റെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 11/10 ഓൾഡ് വിഡ്ത്ത് കിട്ടി. ന്യൂ ഹൈറ്റിൻ്റെ 9/10 ഓൾഡ് ഹൈറ്റ് ഇതാ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11/10 ഇൻറ്റു 9/10 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ്. ഈ ചെയ്ത് എന്ത് കിട്ടും? 11 × 9 99/100 അല്ലേ, ഇൻറ്റു ഓൾഡ് ഏരിയ അല്ലേ. ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ് പറഞ്ഞാൽ എന്താ? ഓൾഡ് ഏരിയ അല്ലേ. അപ്പോൾ 99/100 എന്ന് പറയുമ്പോൾ എന്താ? 99% ഓഫ് ഓൾഡ് ഏരിയ അല്ലേ. അപ്പോൾ ഓൾഡ് ഏരിയ തന്നെ 99% ആണ് എന്ത്? ന്യൂ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ എത്ര റെഡ്യൂസ് ചെയ്യുന്നില്ല, എന്ത് ചേഞ്ച് ആണ് ഈ ഏരിയയിൽ വരുന്നതെന്നല്ലേ. അപ്പോൾ 99% ഓഫ് ദ ഓൾഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ റിഡ്യൂസ്ഡ് ബൈ 1%. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. ആണല്ലേ. അപ്പോൾ എന്താണ് വിറ്റ് എത്രയാണ്? 50% ലെസ് ആയിട്ട് അല്ലേ. അപ്പോൾ എന്താണ് ലെസ്സായിട്ടാണ് വിറ്റത്. ലെസ് എന്ന് പറയുമ്പോൾ എന്താ ടീച്ചർ പറഞ്ഞത്? കുറയുക അല്ലേ. കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? 100ൽ നിന്ന് അങ്ങോട്ട് കുറയ്ക്കുക അല്ലേ ഈ പെർസെൻറ്റേജിന്. വാട്ട് ഈസ് ദ കറണ്ട് പ്രൈസ്? ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മളെന്താ ഈ 15% ആദ്യം നമ്മളെന്താ ചെയ്യുന്നത്? 100ൽ നിന്ന് ലെസ്സാണ് അല്ലേ. അപ്പോൾ 100ൽ നിന്ന് 15 കുറയ്ക്കുക. 100ൽ നിന്ന് 15 കുറച്ചാൽ എത്രയാണ്? 100ൽ നിന്ന് 15 കുറച്ചാൽ എത്ര കിട്ടും? 85 അല്ലേ. അപ്പോൾ 85%. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? 4000 ഇൻറ്റു 4000 ഇൻറ്റു എത്രയാ? 85/100 അല്ലേ. 85/100. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതും ചെയ്യാം. ഓക്കെ, ഇവിടെ 0 ഉണ്ട്, അപ്പോൾ ക്യാൻസൽ ചെയ്യുക. ഇവിടെ അതാ 0, അതും ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 0 ക്യാൻസൽ ചെയ്ത് ദെൻ ഇവിടെ ഒരു 0 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യുക. ഇവിടെ ഒരു 0 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. മുകളിലും താഴത്തുണ്ടെങ്കിൽ 0 ക്യാൻസൽ ചെയ്യുക കേട്ടോ. ദെൻ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 40 ഉണ്ട് അല്ലേ. ഇവിടെ 85 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 85 എന്ന് കൊടുക്കുക. ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 85. 40 × 85 ഈക്വൽ ടു എത്രയാണ്? 40 × 85. 0 മാറ്റി വെച്ചിട്ട് 85 × 4 ചെയ്ത് നോക്കുന്നിട്ട് ഉത്തരത്തിൽ 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? 3400 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? കറണ്ട് പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ ഈസ് ഈക്വൽ ടു 3400. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ദ മന്ത്ലി സാലറി ഓഫ് എ പേഴ്സൺ വാസ് 30,000 rupees ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിൽ എന്താ 30,000 rupees എന്ത് കിട്ടിയിട്ട്? മന്ത്ലി സാലറി ആയിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. മാസത്തിൽ വരുമാനമായിട്ട്, മാസത്തെ ശമ്പളമായിട്ട് 30,000 രൂപ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വർഷം. ദിസ് ഇയർ ഹി ഗോട്ട് ആൻ 8% റേസ്. ഇപ്പോൾ വർഷം അയാൾക്ക് എന്താണ് 8% റേസ് കൂടുതലാണ്, എന്താണ് 8% കൂട്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ഹിസ് മന്ത്ലി സാലറി നൗ? അയാളുടെ മന്ത്ലി സാലറി എന്താണ്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? കൂടുതലാണ്. റേസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അല്ലേ. അപ്പം ഇൻക്രീസ്, റേസ്, മോർ എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ 100നോട് ഈ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് കൂട്ടുക അല്ലേ. അപ്പോൾ 100നോട് 8 കൂട്ടിയ എത്ര? 108 അല്ലേ. അപ്പോൾ 108%. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ 108/100 എന്ന് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കും? 30,000 ഇൻറ്റു എത്രയാണ്? 8% റേസ് അല്ലേ. അപ്പോൾ 100 + 8 എത്രയാണ്? 108/100 എന്ന് എഴുതുക. 108/100. അപ്പം എന്ത് കിട്ടി? 30,000 ഇൻറ്റു 108/100 അല്ലേ. ഇനി സീറോസ് ഉണ്ട്, ക്യാൻസൽ ആക്കുക. ഓക്കെ, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട് ക്യാൻസൽ ആക്കാൻ. പിന്നെ ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട് അല്ലേ. അത് ക്യാൻസൽ ആക്കുക. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഈ 0 വെട്ടാൻ പറ്റുമോ? ഇവിടെ താഴെ 0 ഉണ്ടെങ്കിൽ കൂടുതൽ ഈ നടുക്കുള്ള 0 വെട്ടാൻ പാടില്ല കേട്ടോ. ടീച്ചർ ഒരിക്കലും പറഞ്ഞു തന്നതാണ് കേട്ടോ. നടുക്കുള്ള വെട്ടരുത്, എപ്പോഴും എന്താണ് അറ്റത്തുള്ളതേ വെട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ബാക്കിയുള്ളത്? 300 അല്ലേ. 300 ഇൻറ്റു എത്രയാണ്? 300 ഇൻറ്റു 108 അല്ലേ. അപ്പോൾ 300 ഇൻറ്റു 108 എത്രയാണ്?
യെസ്, എന്താണ് 0 മാറ്റി വെച്ചിട്ട് 108 3 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 324 കിട്ടും കേട്ടോ അല്ലേ. അപ്പോൾ എന്താണ് ആ 2 0 അങ്ങോട്ട് അതിൻ്റെ കൂട്ടത്തിലും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 32,400 കിട്ടും കേട്ടോ. 32,400. ഓക്കെ, അപ്പോൾ എന്താണ് 30,000 റുപ്പീസാണ് ലാസ്റ്റ് ഇയറിൽ അയാൾക്ക് മന്ത്ലി സാലറി കിട്ടിയത്. ഈ വർഷം മുതൽ അയാൾക്ക് എന്താണ് 8% കൂടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ മന്ത്ലി സാലറി എത്രയാണ് അയാൾക്ക്? 32,400 ആണ് കേട്ടോ. ഓക്കെ, 8% കൂടി എന്ന് പറയുമ്പോൾ 2,400 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി മറ്റേ മെത്തേഡിൽ ഇത് ചെയ്യാം കേട്ടോ, മോളത്തോം ചെയ്യുക ഇതും ചെയ്യുക. എങ്ങനെയാണ്? 30,000 × 8/100 ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് എന്താക്കുക? ഈ 30,000 നിന്ന് എന്താക്കുക? അവിടെ റേസ് കൂടുതൽ നടത്തി അപ്പോൾ കൂട്ടിയാൽ മതി. മറ്റേത് ലെസ് ആയതുകൊണ്ട് 4,000 നിന്ന് കിട്ടുന്ന ഉത്തരം കുറച്ചാലും മതി അല്ലേ. ഓക്കെ, അല്ലെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇതാണ് എളുപ്പം, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മറ്റേ ഇതാക്കണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് അടുത്തതാണ്, ഇഫ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ റെഡ്യൂസ്ഡ് by 10% each, by what percent would the area be reduced? അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ റെഡ്യൂസ് ചെയ്ത് എത്ര? 10% ഈച്ച് അല്ലേ. ഹൈറ്റ് എന്താ റെക്ടാങ്കിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്താണ് കുറഞ്ഞിരിക്കുന്നത് 10% ആണ് അല്ലേ. ബട്ട് ബൈ വാട്ട് പെർസെൻറ്റ് വുഡ് ദ ഏരിയ ബി റെഡ്യൂസ്ഡ്? അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റ് ഏരിയ കുറഞ്ഞെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മോളത്തെ ചെയ്തു നോക്കാം അല്ലേ. എന്താണ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നോക്കൂ. ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ എന്താണ് റെഡ്യൂസ് ചെയ്തിട്ട് തന്നെ വരും. അപ്പോൾ ആദ്യത്തെ ഹൈറ്റും വെയിറ്റും എന്താണ്? നമുക്ക് ആദ്യം ഹൈറ്റും വെയിറ്റും ജസ്റ്റ് ഒന്ന് എഴുതാം. ഇവിടെ എത്രയാണ്? ആദ്യത്തെ ഹൈറ്റ് തന്നെ എച്ച് എന്ന് കൊടുക്കുക. ഇനി എന്താണ് വിഡ്ത്ത് എത്രയാണ്? W എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റിൻ്റെ വിഡ്ത്തല്ലേ, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഇതിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്തായിരുന്നു? ഓരോ ഹൈറ്റും വിഡ്ത്തും എന്താണ് 10% ഡിക്രീസ് ചെയ്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യത്തെ ഇൻഡേറ്റാണല്ലേ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 10% ആണ് കുറവ് അല്ലേ. അപ്പോൾ 100-ൽ നിന്ന് 10 അങ്ങ് കുറയ്ക്കുക അല്ലേ. അപ്പോൾ എത്ര? 90, 90 അല്ലേ. 90 എന്താ 90% ആയിരിക്കും എന്ത്? 90/100 അല്ലേ. 90/100 ആണ് എന്ത്? വിഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. 90/100 ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എത്രയായിരുന്നു? വിഡ്ത്ത് അല്ലേ. അപ്പോൾ എന്താണ് 10% ഡിസ്കൗണ്ട് എന്താ റെഡ്യൂസ് ചെയ്തില്ലേ, ലെസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ നമ്മൾ ഇത് 100-ന്ന് 10 അങ്ങ് കുറയ്ക്കില്ലേ. അപ്പോൾ 90, അപ്പോൾ 90/100 വിഡ്ത്ത് കിട്ടും. അതേപോലെ തന്നെ എന്താ വിഡ്ത്തും ഹൈറ്റും 10% കുറഞ്ഞില്ലേ. അപ്പോൾ ഇതും ഹൈറ്റും എന്താണ് 100-ന്ന് 10 കുറച്ചാൽ 90/100 ഹൈറ്റ് എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 90/100 ഇൻറ്റു H ഇൻറ്റു 90/100 ഇൻറ്റു വിഡ്ത്ത് അല്ലേ. അപ്പോൾ അത് അങ്ങനെ എഴുതാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഏരിയ എന്താണ്? ഈ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. ഇവിടെ ലെങ്ത്ത് 90/100 H ആണ്, വിഡ്ത്ത് 90/100 W ആണല്ലേ. അത് എഴുതിയില്ലേ. ഏരിയ 90/100 ഇൻറ്റു H ഇൻറ്റു 90/100 ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതിയല്ലേ. ഇനി നമ്മൾ എന്താക്കാം? സീറോസ് ഒന്ന് ക്യാൻസൽ ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 90/100 ഇവിടെ ഒരു 0 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. അത് ക്യാൻസൽ ആക്കി. ദെൻ എന്താണ് ഇവിടെ ഒരു 90-ൽ ഈ 0യും ക്യാൻസൽ ആക്കി, താഴെ 0യും ക്യാൻസൽ ആക്കി അല്ലേ. ഓക്കെ, ഈ 0യും ക്യാൻസൽ ആക്കി അല്ലേ. ദെൻ ബാക്കി എന്താ ഇവിടെ ഉള്ളത്? ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പേഴ്സിനെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം കേട്ടോ. ഇസ് ഈക്വൽ ടു 9/10 അല്ലേ. 9/10 ഓക്കെ. അപ്പോൾ 9/10 ഇൻറ്റു 9/10 ഇൻറ്റു ഹൈറ്റ് വിഡ്ത്ത് അല്ലേ. അതാണ് പറഞ്ഞത്. ഇനി 9 ഇൻറ്റു 9 മുകളിലത്തെ നമ്മൾ ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് 9 ഇൻറ്റു 9 എത്രയാണ്? 81 അല്ലേ. 81/10 ഇൻറ്റു 10 എത്രയാണ്? 100 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് 10 ഇൻറ്റു 10 100 എന്നുള്ള 81/100 എന്നും കൊടുക്കുക കേട്ടോ. 81/100. ഓക്കെ, 81/100 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇത്? എന്താ 81/100 പിന്നെ അവിടെ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ,
അപ്പോൾ ഈ ഹൈറ്റിൻ്റെ വിടുത്ത് പറഞ്ഞാൽ എന്താ ഓൾഡ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഓൾഡ് ഏരിയ 81/100 ഇൻറ്റു ഓൾഡ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ 81/100 ആണല്ലേ. അപ്പോൾ 100ന്ന് 81 കുറച്ച് എത്രയാണ് 19 അല്ലേ. അപ്പോൾ 19% ആണ് എന്ത് ഇവിടെ ഏരിയ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്രയാണ് 100ന്ന് ഈ 81 നമുക്ക് കുറയ്ക്കുക. അപ്പോൾ 100 മൈനസ് 81 ഇസ് ഈക്വൽ ടു എത്രയാണ് ഇസ് ഈക്വൽ ടു 19. ഓക്കെ, അപ്പോൾ 19% ആണ് എന്ത് വന്നത് അവിടെ 19% റെഡ്യൂസ് ചെയ്തു അല്ലേ ഏരിയ. ആദ്യത്തെ ഏരിയൻ്റെ എന്താണ് 19% ആണ് എന്താക്കിയിരിക്കുന്നത് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഈ 81 എവിടെ നിന്ന് കിട്ടിയ മനസ്സിലായി. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് 9 × 9 എന്താ 81 ആണല്ലേ. അപ്പോൾ 81/100 ആണല്ലേ. അത് 100ന്ന് 81 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് ആണ് ഇത് ഇവിടെ ഏരിയ റെഡ്യൂസ് ചെയ്തതെന്നാണ് കേട്ടോ. ഓക്കെ, ഇൻക്രീസ്ഡ് ബൈ 10% ഈച്ച് അല്ലേ. ഈ 10% ഈ എന്താണ് ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെൻറ്റ് വുഡ് ദ ഏരിയ ബി ഇൻക്രീസ്ഡ്. അങ്ങനെയാണ് എത്ര പെർസെൻറ്റ് ഏരിയ ആണ് എന്താക്കുന്നത് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് നമുക്ക് അതേമാതിരി എന്താക്കുക കോളവും ഇതൊക്കെ വരച്ച് നോക്കുക അല്ലേ. അതായത് 2 റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ആദ്യത്തെ ഓൾഡ് റെക്റ്റാങ്കിളിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് എന്താണ് വിടുത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത് വിടുത്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഇതിനെന്താണ് ഹൈറ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഹൈറ്റായിട്ട് കൺസിഡർ ചെയ്ത് അല്ലേ. ഇനി പുതിയത് എന്താണ് 10% ഇൻക്രീസ്ഡ് ആണ് അല്ലേ. അപ്പോൾ വിടുത്തിന് 10% ഇൻക്രീസ് ചെയ്യുക നമ്മൾ 100 + 10 ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഇൻക്രീസ് പറയുമ്പോൾ പ്ലസ് ചെയ്യുക 100 അല്ലേ. അപ്പോൾ 110% എന്താക്കുകയാണ് ഇവിടെ 110% എന്താക്കുന്നത് ഇവിടെ ഇൻക്രീസ് ആവുന്നത് അല്ലേ. അപ്പോൾ 110/100 ഒന്നുകിൽ എഴുതാം. ഇത്രയും പെർസെൻറ്റേജ് ആണ് എന്ത് ഇത്രയും വിടുത്താണല്ലേ വരുന്നത്. അതേപോലെ തന്നെ ഇതും ഇൻക്രീസ് അല്ലേ. അപ്പോൾ 100 ആ 10 കൂട്ടുക. അപ്പോൾ 110% എന്താണ് ഇവിടെ ഹൈറ്റ് അല്ലേ. അപ്പം ഇവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് 100 ആ 10 കൂട്ടുക അല്ലേ. ഡിക്രീസ് ആണെങ്കിൽ എന്താണ് 100 9 10 കുറയ്ക്കുക ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഓൾഡ് ഏരിയ എന്താണ് ഓൾഡ് ഏരിയ എന്താണ് ഹൈറ്റിൻ്റെ വിടുത്ത് അല്ലേ. ഓക്കെ, ഓൾഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഓൾഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഇനി ന്യൂ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ന്യൂ ഏരിയ എന്ന് പറയുമ്പോൾ ന്യൂ ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ് 110% ഇൻഡെക്സ് ഇൻറ്റു 110% വിഡ്ത്ത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക അതിനെ 100 ഒന്നുകിൽ എന്താണ് 110/100 110/100 ഇൻറ്റു എക്സ് ഇൻറ്റു 110/100 ഇൻറ്റു വിഡ്ത്ത് അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ എന്താക്കുക 110% ഇൻറ്റു എക്സ് ഇൻറ്റു 110% ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതുക. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ 110/100 ഇൻറ്റു എക്സ് ഇൻറ്റു 110/100 വിഡ്ത്ത് എന്ന് എഴുതി അല്ലേ. ഇനി എന്താണ് ഈ 110/100 ഇതിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കോമൺ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ. ഒരുമിച്ച് അങ്ങനെ എഴുതുക. അപ്പോൾ എഴുതാൻ വേണ്ടി 0 0 മുകളിലുള്ള 0യും താഴെയുള്ള 0 ഒന്ന് ക്യാൻസൽ ആക്കി പോവുക കേട്ടോ. ഇത് ക്യാൻസൽ ആക്കുക, ഇതും ക്യാൻസൽ ആക്കുക, ഇവിടെയും ക്യാൻസൽ ആക്കുക, ഇവിടെയും ക്യാൻസൽ ആക്കുക. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉള്ളത് ബാക്കിയുള്ളതെന്ന് പറയുന്നത് എന്താണ് 11 × 11 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 11 × 11 പിന്നെ ഹൈറ്റും വിഡ്ത്തും അല്ല വരുന്നത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ദെൻ ബൈ 10 × 10 എന്താ 100 അല്ലേ. ബൈ 100 എന്ന് എഴുതുക കേട്ടോ. ബൈ 100. ഓക്കെ, അപ്പോൾ 11 × 11 എത്രയാണ് 11 × 11 എത്രയാണ് 121 അല്ലേ. ഇസ് ഈക്വൽ ടു 121 ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് ബൈ 100 ഉണ്ട്. 121/100 121/100 by
ബൈ 100 121/100 ഹൈറ്റിൻ്റെ വിടുത്ത് അല്ലേ. അപ്പോൾ ഈ ഹൈറ്റിൻ്റെ വിടുത്ത് പറഞ്ഞാൽ ഓൾഡ് ഏരിയൻ്റെ അല്ലേ. അപ്പോൾ 121 ഹൈറ്റിൻ്റെ വിടുത്ത് പറയുമ്പോൾ എന്താണ് 121/100 ഓൾഡ് ഏരിയ അല്ലേ. 121/100 ഓഫ് ദ ഓൾഡ് ഏരിയ. ദെൻ 121/100 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക നമുക്ക് 100 + 21 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത് 21% ഇൻക്രീസ് ചെയ്യാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പുതിയ റെക്റ്റാങ്കിളുടെ ഏരിയ വുഡ് ബി ഇൻക്രീസ്ഡ് 21% അല്ലേ. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ. ദെൻ